വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മേനോൻ സതീശൻ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, വി.ഡി. സവർക്കർ, വിനായക് ദാമോദർ ദാസ് സവർക്കർ, വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ, രണ്ടും തമ്മിൽ പേരിലുള്ള സാമ്യം മാത്രമല്ല, ബി.ജെ.പിക്ക് വേണ്ടി ആർ.എസ്.എസിന് വേണ്ടി എല്ലാ ഘട്ടത്തിലും ഒത്താശ ചെയ്യുന്ന നേതാവാണ് വി.ഡി. സതീശൻ എന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വളരെ കൃത്യമായി ഈ കേരളത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് പറയുന്ന കള്ളക്കഥ ബി.ജെ.പിയുമായി ചേർന്നുകൊണ്ട് ഒരു ഈവിൾ ഡിസൈൻ തയ്യാറാക്കുക. അതിന്റെ മാസ്റ്റർ ബ്രെയിനായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളാണ് വി.ഡി. സതീശൻ, ഇപ്പോഴുള്ള മുഖ്യമന്ത്രി. അതിന്റെ ഭാഗമായിട്ട് തന്നെ വേണം, എനിക്കറിയില്ല, ബി.ജെ.പിയുടെ നേതാക്കന്മാരുമൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയത്, ചാർട്ടേഡ് ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് കൂടിക്കാഴ്ച നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണെന്ന് അറിയില്ല, കൂടുതൽ പരിശോധന നടത്തണം. പക്ഷേ അദ്ദേഹത്തിന്റെ തുടർച്ചയായ പ്രതികരണം എന്താ? കോൺഗ്രസിന് എല്ലാ ഘട്ടത്തിലും വിഷമമുണ്ടായിരുന്നത് പിണറായി വിജയനെ എന്താണ് ഇഡി പിടിക്കാത്തത്? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം. എത്രമാത്രം ശ്രമം നടത്തി? ഇതിന്റെ പിന്നിൽ, ഈ കേസിന്റെ പിന്നിൽ കോൺഗ്രസ് അല്ലേ യഥാർത്ഥത്തിൽ? കോൺഗ്രസും ബി.ജെ.പി ചേർന്നുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എങ്ങനെ പിടിക്കുക എന്നുള്ളതല്ലേ ലക്ഷ്യം? അപ്പൊ കൃത്യമായി വടശ്ശേരി ദാമോദരൻ സതീശന്റെ മനസ്സ് വിനായക് ദാമോദർ ദാസ് സവർക്കറുടെ പാർട്ടിയുടെ കൂടെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.